നമസ്കാരം. അനന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അവസാനം സിനിമാ നയ സമിതി എന്ന് പറയപ്പെടുന്നത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. വിവാദങ്ങൾക്കൊടുവിൽ മുകേഷിനെ ഒഴിവാക്കിക്കൊണ്ട് പകരം പ്രേംകുമാറും മധുപാലും സമിതിയിൽ എത്തുന്നു. സമഗ്ര സിനിമാ സംവിധാനം അല്ലെങ്കിൽ സിനിമാ നയത്തിൻ്റെ കരടാണ് ഇപ്പോൾ അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ രൂപവൽക്കരിച്ച 10 അംഗ സമിതിയിൽ നിന്ന് നടനും MLA-യുമായിട്ടുള്ള മുകേഷിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു. ലൈംഗിക പീഡന പരാതിയിൽ പ്രതിയായിട്ടുള്ള മുകേഷിനെ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യം ഉയർന്നിരുന്നതാണ്. അറസ്റ്റിലായ മുകേഷ് ജാമ്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേംകുമാർ, സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായിട്ടുള്ള മധുപാൽ എന്നിവരെയൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ അംഗങ്ങളാക്കിക്കൊണ്ടാണ് സമിതി ഇപ്പോൾ വീണ്ടും ഇപ്പോൾ പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ടുള്ള ഷാജിയൻ കരുൺ അധ്യക്ഷനായിട്ടുള്ള സമിതിയിൽ സാംസ്കാരിക വകുപ്പിൻ്റെ മുൻ സെക്രട്ടറിയായിട്ടുള്ള മിനി ആൻ്റണി ആയിരുന്നു അതിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചിരുന്നത്. മിനി ആൻ്റണി വിരമിച്ചതിനാൽ തന്നെ സമിതിയിലേക്ക് അംഗമായിരുന്ന ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി സി അജോയ് കൺവീനറായിട്ട് പ്രവർത്തിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് ഫെഫ്കയുടെ പ്രതിനിധിയായിട്ടുള്ള സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ അടുത്തിടെ ഈ സമിതിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. 2023 ജൂലൈയിൽ 10 അംഗ സമിതി രൂപവൽക്കരിച്ച് ഉത്തരവിറങ്ങിയപ്പോൾ തന്നെ സിനിമയിലെ തിരക്കിൻ്റെയൊക്കെ പേര് പറഞ്ഞ് നടി മഞ്ജു വാര്യരും ഛായാഗ്രാഹകനായിട്ടുള്ള രാജീവ് രവിയുമൊക്കെ അന്ന് സ്വയം ഒഴിവായി പോവുകയും ചെയ്തു. നടിമാരായിട്ടുള്ള പത്മപ്രിയ, നിഖില വിമൽ, നിർമ്മാതാവായിട്ടുള്ള സന്തോഷ് കുരുവിള എന്നിവരാണ് മറ്റംഗങ്ങളായി ഇപ്പോഴും അതിനകത്തുള്ളത്. സമിതി ഇപ്പോൾ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് അതിനുള്ള ഒരു ഉത്തരവിറക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സമിതിയിലേക്ക് എത്തപ്പെടുമ്പോൾ ലൈംഗിക അതിക്രമ പരാതികളുമായി ബന്ധപ്പെട്ട് വരുന്ന മുകേഷിനെ കൂടി ഉൾപ്പെടുത്തുന്ന രീതി വേണ്ട, അല്ലെങ്കിൽ ലൈംഗിക പീഡന പരാതിയിൽ പ്രതിയായിട്ടുള്ള മുകേഷിനെ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നൊരു തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു. ആ തീരുമാനം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് തന്നെയായിരുന്നു മുകേഷിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു 10 അംഗ സമിതി തന്നെ രൂപീകരിച്ചാൽ മതിയെന്ന് തന്നെയായിരുന്നു മുൻപുമുള്ള കണക്കുകൂട്ടൽ. പക്ഷേ പലപ്പോഴും അതിനെതിരെ സർക്കാർ സമീപനങ്ങൾ സ്വീകരിക്കാൻ വൈകിപ്പോയി എന്നുള്ള പരാതികൾ, ആരോപണങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ നിലനിന്നിരുന്നു. ആ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ലൈംഗിക പീഡന കേസിലെ പ്രതിയായിട്ടുള്ള മുകേഷിനെ മാറ്റിക്കൊണ്ട് 10 അംഗ സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അതിലേക്ക് പ്രേംകുമാറിനെയും ഒപ്പം തന്നെ മധുപാലിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സമിതി ഇന്ന് അധികാരത്തിൽ വരികയും ചെയ്യും.